ഞാൻ ഇതുവരെയും ചെയ്യാത്ത സിനിമകളുടെ സ്വഭാവവും പെർഫോമൻസ് ആയാലും ഇങ്ങനെയൊരു സെറ്റിങ്ങിൽ ഇങ്ങനൊരു എന്താ പറയുക ബാംഗ്ലൂരിൻ്റെ ഒരു കോളേജ് ലൈഫും സ്റ്റുഡൻറ് ലൈഫും വേറൊരു സൈഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ മൊത്തത്തിൽ പുതുമ തോന്നിയതുകൊണ്ടാണ്. ഇത് ആക്ച്വലി പുള്ളിയുടെ സെക്കൻഡ് പേഴ്സണാലിറ്റിയാണ്. അതായത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പടങ്ങൾ ചെയ്യുമ്പോൾ ഫഹദ് ഫാസിൽ എന്ന് വയ്ക്കും, ഇനി ഇതുപോലത്തെ വേറെ എന്തെങ്കിലും മാസ് പടമോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പടം ചെയ്യുമ്പോൾ ഫഫാന്ന് വയ്ക്കും. അതിനുള്ളൊരു പരിപാടിയാണ് തുടക്കമായിട്ടുള്ളതേ ഉള്ളൂ. 2024 വിഷു കഴിഞ്ഞിട്ടായിരിക്കും ആവശ്യം. ആവട്ടെ ആവട്ടെ. ഈ ഒരു പടത്തിനകത്ത് ഈ ഡാൻസ് നമ്പർ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഇതിലൂടെ ആക്കി ചെയ്യുന്നത്. അപ്പൊ ഫാദിക്കയുടെ കുറച്ച് ഡാൻസ് സ്റ്റെപ്സ് നമുക്ക് കാണാം. കുറെ കാണാനുണ്ട്. 20 ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ഈ പറഞ്ഞെല്ലാം ഉണ്ടോ? സെലിബ്രേഷൻ മോഡ് എന്റർടൈൻമെന്റ് മോഡ് സിനിമകളിലേക്കാണ്. അപ്പൊ ശരിക്കും ബാബു ഇതിലൂടെ റിയലിസ്റ്റിക് സിനിമകളുടെ കാലം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് എന്റർടൈൻമെന്റ് മോഡ് അല്ലെങ്കിൽ ലാർജർ ലൈഫ് കൊമേഴ്ഷ്യൽ സിനിമകളുടെ കാലമാണ്. അങ്ങനെയാണ് ഈ ചുവട് മാറ്റത്തിന്റെ കാരണം. അല്ല, അങ്ങനെയല്ലല്ലോ, ഒരിക്കലും അല്ല. ഇപ്പം എന്നെ തേടി വരുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം മാക്സിമം ഓരോ സിനിമകളും ഡിഫറെൻ്റ് ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. ഈ സ്വഭാവത്തിലുള്ള സിനിമകൾ ഇപ്പം ചെയ്യാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണം എന്ന് തോന്നി. ഇപ്പം ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസിനൊക്കെ ഇപ്പം നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അത് തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമെന്നൊന്നുമില്ല. ഇതിനെല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത്. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. നല്ല ഓർഗാനിക് ആയിട്ട് സംഭവിച്ചത്. മോനെ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ഡയറക്ടറിന്റെയും റൈറ്ററിന്റെയും മാത്രം ചോയ്സ് ആണോ അതോ പകുതിക്കാട് ഒരു കോൺട്രിബ്യൂഷൻ അവിടെ വരുന്നുണ്ടോ? നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നതാണ്. ഇപ്പം എനിക്ക് ഓർമ്മ വന്നത്, എന്നെ സ്കൂളിൽ എൻ്റെ ഒരു സീനിയർ എന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം അവിടെ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ നസ്രിയൊക്കെ അത് എല്ലാവരും അത് യൂസ് ചെയ്ത് തുടങ്ങി. സെറ്റ് ഭയങ്കര കോൺസെൻട്രേറ്റ് ആയിട്ട്